ഐസ് ബിജു ആണ്. എങ്ങനെ? പാലൈസ് 2, പൈനാപ്പിൾ 2. ശരി ശരി. വെക്കല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഐസ് കച്ചവടക്കാരൻ ബിജു അല്ല. ഞാന് കണ്ണുകളുടെ ഡോക്ടർ ഐസ് ബിജു. മനസ്സിലായോ? ആ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഏതായാലും വിളിച്ചതല്ലയോ. ഇവിടുത്തെ പുള്ളി, ഇതിന്റെ ഓണർ, ഒരു സത്യം പറഞ്ഞ ചെറിയൊരു അഹങ്കാരിയോടാ പുള്ളി. എത്ര കാശുണ്ടെന്നാലും പുള്ളിക്ക് കണ്ണ് കാണത്തില്ല, ശകലം പോലും കണ്ണ് കാണത്തില്ല. അന്ന് അതൊട്ട് അംഗീകരിക്കുവോ അതുമില്ല. ഞാനന്ന് മുമ്പേ ഒരു 3 ലക്ഷം രൂപ പുള്ളിയുടെ നിന്ന് വാങ്ങിച്ചു. അല്ല ഞാൻ എന്നേ ഇവിടുന്ന് ഇറങ്ങിപ്പോയേനെ. ഓ എന്താ ചെയ്യാ, ഇതൊക്കെയാണ് നിന്നോട് എന്തിനു ഞാൻ പറയുവാന്ന് ഇപ്പൊ ആലോചിച്ചേ. ശരി പന്നെ വെച്ചേരെ. ആ വരുന്നു. ആഹാ, രാവിലെ വന്നിരുന്ന് ഫോണിൽ കളിച്ചോണ്ടിരിക്കുവാന്നോ ഡോക്ടർ? എന്തോ ഒരു മറുപടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ. ഞാൻ ഇവിടെ. അതെനിക്ക് മനസ്സിലായി. ഇതിനകത്ത് പൊടിയൊന്നും തുടച്ച് കളയണ്ടേ? നമ്മുടെ കൈ പൊടി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അടിച്ചു കളയും. അപ്പൊ അവിടെ ഇപ്പുണ്ട്. പിന്നെ എന്റെ ഡോക്ടറെ, 45 വർഷം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. ദൈവത്തെ ഓർത്ത് ഇതിന്റെ ചീത്ത പേര് കളഞ്ഞു കുളിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം പറയാൻ, ഇവിടെ ഒരുപാട് കണ്ണ് രോഗികൾ വരുന്നുണ്ട്. ചിലവര് കണ്ണില്ലാതെ വരുന്നു, ചിലവര് കണ്ണില്ലാതെ പോകുന്നു. ഇതിന്റെ എല്ലാ ലിസ്റ്റും ഇന്ന് കറക്റ്റായിട്ട് ഇവിടെ എഴുതി മേശപ്പുറത്ത് വെച്ചേക്കണം. പറഞ്ഞു കേട്ടല്ലോ. ഞാനിങ്ങനെ പോകുന്നായിരുന്നേ. അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയോ? ഇതെല്ലാം കറക്റ്റ് ആക്കി വെച്ചേക്കണം. എന്റെ ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ആർക്കൊക്കെ കണ്ണ് കിട്ടി, ആർക്കൊക്കെ കണ്ണ് കിട്ടി, ആർക്കൊക്കെ ഇനി കണ്ണ് കിട്ടാനുണ്ട് എന്നുള്ളതിന്റെ ലിസ്റ്റ് ഇവിടെ എഴുതി വെക്കണം. മാസം ഞാൻ പൈസ എണ്ണി തരണ്ടേ? തരണം. അത് ഞാൻ അതിനുള്ള ഉത്തരവാദിത്തം കാണിക്കണമെന്നായി പറഞ്ഞത്. ഞാൻ കാണിച്ചോളാം. അതപ്പോ ഇരുന്നോ. പോയി അടുത്ത രോഗിയെ വിളിക്കേ. പേഷ്യന്റ് ഉണ്ടോ? വന്നോ ഡോക്ടറെ? എന്തോ നമസ്കാരം. നമസ്കാരം ഉണ്ട്. ഇരുന്നാട്ടെ. എന്താണ് പ്രശ്നം? കണ്ണിന് വയ്യാതെ? കണ്ണിന് വയ്യ. ആദ്യ പേര് ഒന്ന് പറഞ്ഞ പേര്. ഞാൻ തറയിൽ വിജയൻ. അല്ല, സ്വഭാവം വേണ്ട. നമുക്ക് പേര് മാത്രം. അയ്യോ, ഞാൻ എന്റെ വീട്ടുകാരോട് ആദ്യം പറയാം. ഞാൻ തറയിൽ ഞാൻ തറയിൽ വിജയൻ. ഏജ്? ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം. ഏതെന്നല്ലെന്ന്. ഏജ്? വയസ്സോ? 55. 55? കണ്ടാ പറയില്ല ഇല്ലയോ? ഇല്ല. എന്റെ ഭാര്യ പറയും ഇപ്പോഴും 18 വയസ്സാന്ന്. ഭാര്യ എപ്പോഴും പറയും സുരഭി, മഞ്ജു, ലത, എപ്പോഴും ഇത് തന്നെ പറയുന്നത്. ഇവരെല്ലാം ഭാര്യമാരാണോ? അല്ലല്ല, അവരുടെ കൂട്ടുകാരികളാ. അത് ശരി. അപ്പൊ അവിടെ ആർക്കും കണ്ണ് കാണത്തില്ലെന്നാ എന്റെ ഒരു വിചാരം. സ്ഥലം കണ്ണായ സ്ഥലമാ. കണ്ണായ സ്ഥലം. ഏത് ജില്ലയാ? കണ്ണൂര്. കണ്ണൂരോ? അത് നീ കണ്ണൂർ ആയതുകൊണ്ടാണോ എന്റെ കണ്ണിന് ഈ കാഴ്ചകളുടെ പ്രശ്നം വരുന്നത്? അല്ല, നമുക്ക് നോക്കാം. ആണോ? 2 തുള്ളി മരുന്ന് ഒഴിച്ചിട്ടേ അവിടെ തന്നെ 2 മാസം കൂടെ താമസിക്കേ. അഥവാ കുറഞ്ഞില്ലെങ്കിൽ ജില്ല മാറേണ്ടി വരും. ആണോ? ദൂരക്കാഴ്ചയാണ് പ്രശ്നം. ദൂരക്കാഴ്ച ഇല്ല. ഒട്ടുമില്ല. ഒരു കാര്യം ചെയ്യ്, എന്നാ അക്ഷരമൊക്കെ ഒന്ന് വായിച്ചേ. വിജയൻ തറയിൽ 1 മിനിറ്റ് ഇവിടെ നിൽക്കണേ, ഞാൻ വരുക. എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാ പറഞ്ഞു ഇവിടെ? എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാ പറഞ്ഞു? 45 വർഷത്തെ ഉണ്ട്. അതെന്നെ കൊണ്ട് കളയിപ്പിക്കരുത്. പറഞ്ഞേക്കാം. അത് അതുവരെ വായിച്ചില്ലയോ? വായിക്കണമാ. വായിക്കേ. യാരാ? ഞാൻ ഡോക്ടറാ. അയ്യോ അതല്ല. യാരാ? അയ്യോ അതല്ല, ഞാൻ ഡാ വായിച്ചയാ. വാ. എവിടെ പോനാ? ഞാൻ വാ വായിച്ചില്ലേ അതിനകത്ത്? കാണാമോ? താട്ട് കാണാമോ? പിന്നെ അപ്പൊ പ്രശ്നമില്ലല്ലോ ദൂരക്കാഴ്ചക്ക്. ഇല്ലയോ? ഇല്ല. പക്ഷെ രാവിലെ എന്റെ വൈഫ് ജോലിക്ക് പോകും. 1.5 കിലോമീറ്റർ ദൂരെയാ പോകുന്നത്. എനിക്കത് കാണാൻ പറ്റുന്നില്ല. അതാണോ ഈ കാണാത്തത്? നോക്കട്ടെ. അയ്യോ, എന്തുവാ? കീരവാണി കൃഷ്ണമാണിക്ക് ആണോ? അത് വെള്ളപ്പടലം ഉണ്ടോ? ഉണ്ട്. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യും അത്? അതിന്റെ ആ കളർ മാറ്റാൻ പറ്റുമോ? മരുന്ന് വല്ലതും ഉണ്ടോ കണ്ണാത്ത ഒഴിക്കേ? നോക്കാം, ഒഴിക്കാം. ഞാൻ വരുന്നേ. ഒരു മിനിറ്റ്. ഞാൻ മരുന്ന് കൊടുക്കട്ടെ. അതൊഴിച്ചിട്ടുണ്ടേ. എന്റെ എണ്ണമയോ ഉണ്ടോ കണ്ണില്? ഉണ്ടോ? ഞാൻ ഇന്നലെ എണ്ണ ഒഴിച്ചായിരുന്നു. അതിന് എണ്ണ ഒഴിച്ചേ? അത് ഇന്നലെ മോൻ രാത്രി 12 മണിയാകുമ്പോഴേ വരുത്തോളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നേ. അത് ശരി. നില്ലേ ഒരു ട്രിപ്പ് കൂടെ ഉണ്ടായിരുന്നില്ല മരുന്ന്? ഉണ്ടോ? ഒരു ട്രിപ്പ് ഉണ്ട്. ഇവിടുന്ന് മരുന്ന് എന്തിയാ ഡോക്ടറെ? എടുത്തോണ്ട് പോയില്ലേ മരുന്ന്? ഇത് തന്നെയാണ് ഞാൻ കൊണ്ടുപോയേ. മാറാതിരുന്നാ മതി. 2 കണ്ണും തുറന്ന് വേടി. മതി. ഇതിപ്പോ 2 ആഴ്ച എന്തോ എല്ലാതും കൊണ്ട് ഒഴിക്കാമേ. അങ്ങ് മാറിക്കോളൂ കേട്ടോ. ഞാൻ ഒരു സംശയം, ഞാൻ ഈ മരുന്ന് എടുക്കാൻ ഇപ്പൊ പോയില്ലയോ? കണ്ണാടി വെച്ചായിരുന്നോ? ഞാൻ ഇല്ല കണ്ണാടി വെച്ചില്ലേ? ഇല്ല.
ശ്ശോ, പെട്ടുപോയല്ലോ. കണ്ണാടി വെച്ച് നോക്കിയേ. നോക്കട്ടെ, മാറിപ്പോയതാണ്. അയ്യോ, ഞാൻ സംശയിച്ചോക്കട്ടെ, ആ. ഈ രണ്ട് കണ്ണും വേണമെന്ന് നിർബന്ധമുണ്ടോ? അയ്യോ, ഇതെന്തുവാ അങ്ങനെ ചോദിച്ചാ? എന്തോ കാര്യം പറ. വാശി പിടിക്കല്ലേ, ഞാൻ വാശി പിടിക്കാതെ. നിർബന്ധമുണ്ടോ അങ്ങനെ? എന്തോ കാര്യം പറ. മാറി- കുഴപ്പമുണ്ടോ? മാറിപ്പോയി. എന്തോ മാറിപ്പോയി? മരുന്ന് ഇവിടെ കിടന്നല്ലേക്കാൾ അത് കേൾക്കാനിരിക്കുക. ഷോ, എന്താ പറഞ്ഞപ്പോ എന്താ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യുന്നത്? കാണിച്ചായിരുന്നു ദൈവമേ. ആ, കുഴപ്പമില്ല. എന്തുവാ? എണ്ണ ഒഴിച്ചില്ലയോ, ആ. അതുകൊണ്ട് എല്ലാം രക്ഷപ്പെട്ടു. അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ആണോ? എണ്ണ കൊണ്ട് ഗുണമുണ്ടായി. കാര്യമായി. ഷുഗർ നോക്കണം. ഷുഗർ ഇപ്പൊ ഞാൻ എന്റെ ഒരു നോട്ടത്തില് ഷുഗർ കൂടുതലാ. ഷുഗറോ? ആ, അതായത് പഞ്ചസാര കൂടുതലാ. പഞ്ചസാര കൂടുതലാണോ? ആ. അതാണ് ഈ കണ്ണിന് കാഴ്ച പറയുന്നേ. പിന്നല്ലാതെ. എടാ, ഒരു മിനിറ്റ്. ആ, ഭാര്യ ഒന്ന് വിളിക്കട്ടെ. എടിയേ, നീ ജോലി സ്ഥലത്താണോ? നീ ഇന്നലെ റേഷൻ കിടന്ന് എത്ര കിലോ പഞ്ചസാര മേടിച്ച്? 5 കിലോയോ? ചുമ്മാ അതല്ല എനിക്ക് ഷുഗർ കൂടിയത്. അതെടുത്ത് കള 1/2 കിലോ മതി. ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടായി കണ്ണിന്റെ കാഴ്ച മങ്ങുന്നതെന്ന്. വിജയന്തറയില്ലേ എന്റെ പൊന്നു കുഞ്ഞെ, അതല്ല പറഞ്ഞത്. പിന്നെ ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രക്തത്തിന്റെ അളവ്, ഇരുമ്പിന്റെ അംശം, അതുപോലുള്ള ഏതോ സംഭവമാണ്. എനിക്ക് പിടിയില്ല. ആ, അതെന്തോ മിസ്റ്റേക്ക് വരുന്നതാ. അപ്പൊ ഈ ഷുഗർ, ഈ കാഴ്ച കിട്ടാൻ നമ്മൾ എന്തോ കഴിക്കണം? അത് നമ്മൾ പച്ചക്കറികളൊക്കെ കഴിക്കണം. ഏതൊക്കെ പച്ചക്കറികൾ കഴിക്കണം? പാവയ്ക്ക പോകും, പിന്നെ വെണ്ടയ്ക്ക പോകും, ആ, അമരയ്ക്ക പോകും, ആ. പിന്നെ കോവയ്ക്ക പോകും. കോവയ്ക്ക് എന്നാ പോന്നെ പറ. 23-ാം തീയതി. എടോ, കോവയ്ക്ക. ഓ, കോവയ്ക്ക കഴിക്കണോന്ന്? ആ, കോവയ്ക്ക ആ, കഴിക്കണം. അത് പറ. ആ, മനസ്സിലായോ? ഓ, കാണിച്ചേ. ഇതെന്തോ എടുക്കുവാ? ആരാ വന്നിരിക്കുന്നത് എനിക്ക് നോക്കണ്ട. പൊക്കോ. എന്തോ ചെയ്യുമെന്ന് പറ. ആ, അതേപോലെ മൂത്ത മോൻ എവിടാന്നാ പറഞ്ഞേ? പോലീസിലാ. പോലീസിലാണോ? ആ. വകുപ്പ് എന്തുവാ? ഏതോ മൂത്ത എനവാന്ന് എനിക്കറിയാം. പാമ്പാന്നോ? ആ, വല്ലപ്പോഴും. അതല്ലെന്ന്. മൂത്ത മോൻ ഏത് വകുപ്പാണ്? അത് DDTയോ എന്തുവാ അങ്ങനെ കണ്ട? DDT അല്ല, DGP. ആണോ? ആ, ആ. അത് ശരി. ഡോക്ടറെ, എന്തോ? ഒരു നിമിഷം. ഞാനൊരു പുഴുങ്ങിയ മുട്ട ഇവിടെ വെച്ചു, അതെന്തേ? അയ്യോ, ഇടിക്കാൻ മുട്ടയായിരുന്നോ? ആ, ഞാനത്തെ പേപ്പർ പറഞ്ഞു പോകാതിരിക്കാൻ വെക്കുന്ന സാധനം. പേപ്പർ വെച്ച് അത് എനിക്ക് 10 മണിക്ക് കഴിക്കാനുള്ള മുട്ട പുഴുങ്ങി കൊണ്ടുവന്നു. എടുത്തോണ്ട് പോ. ഞാൻ നമ്മളറിഞ്ഞോ? കണ്ണെന്ന് കാണിച്ചേ. ഈ കണ്ണുകടി ഉണ്ട്, എന്താ ചെയ്യാൻ പറ്റൂ? അതിലൊക്കെ നന്നാന്ന് കാണുമ്പോഴാണോ? അയ്യോ, അതല്ല. നേരം വെളുക്കുമ്പോ എഴുന്നേക്കുമ്പോഴാണ് ഈ കണ്ണുകടി വരുന്നത്. ഒരു കാര്യം ചെയ്യും, ഈ മരുന്ന് ഒരു 4 നേരം മലർന്ന് കിടന്നിട്ട് കണ്ണ് തുറന്ന് പിടിച്ച് ഒഴിക്കണം കേട്ടോ. കണ്ണടഞ്ഞു പോയാലോ? എവിടെയും വലിച്ചു കുഴിച്ചിടും. ഉടനെ അങ്ങനെയാണോ പറയുന്നത്? പിന്നെ പറഞ്ഞു കേട്ട് കണ്ണ് എപ്പോഴേലും വേണ്ട അടക്കാതിരിക്കാൻ പറ്റുമോ? കണ്ണ് ചുമക്കുന്നതിന് എന്തോ ആയിരിക്കും കാരണം? അടിയുണ്ടോ? ഈ വെള്ളടിയൊന്നും ഇല്ല. പിന്നെ ഞാനും ഭാര്യയോട് അടി കൂടുമ്പോൾ കണ്ണു ചുമക്കും. ആണോ? അപ്പൊ കണ്ണിന് തന്നെ വാങ്ങിക്കുവാ. ആ, അപ്പൊ അത് കുറയ്ക്കണം കേട്ടോ. അത് പെണ്ണുമ്പിളായിട്ട് സംസാരിച്ചേ സെറ്റപ്പ് ആക്കണം കേട്ടോ. ശരി. ഇപ്പൊ ദൂരക്കാഴ്ചക്ക് എന്തോ ചെയ്യണം? ഇപ്പൊ കണ്ണാടി വെക്കാന്നോ? അതോ ഞാൻ പരുന്തിനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പരുന്തോ? ആ, അതെന്തിനാ? ഈ പരുന്തിന്റെ കണ്ണ് വെച്ചാൽ നല്ല ദൂരക്കാഴ്ച കിട്ടുമെന്നാ പറയുന്നത്. എന്റെ പൊന്നെ. അപ്പൊ എന്റെ കണ്ണിങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റിട്ടേ ഈ പരുന്തിന്റെ ഇത് വെച്ചാലോ, കണ്ണ് വെച്ചാലോ? അപ്പൊ പിന്നെ പരുന്തെന്തോ ചെയ്യും? അതിനെ ഞാൻ വിഷ്ടാർത്ഥത്തിന് വെച്ച് ജീവിക്കാലോ. ദോഷമല്ലയോ? ആണോ? പിന്നെ അങ്ങനെ ചെയ്യരുത്. ഡോക്ടറെ, എന്തോ? ഇങ്ങോട്ട് വന്നേ. അതിനെന്തോ കൊള്ളാൻ നോക്കട്ടോ. അവൻ പരന്നിന്റെ കണ്ണു കൊണ്ടുവന്നില്ലയോ? ആ, അത് വെച്ച് കൊടുത്ത് ഒരു 10-2 ലക്ഷം രൂപ അങ്ങ് അഡ്വാൻസ് അങ്ങ് വാങ്ങിക്കരുതോ? അപ്പൊ ഞാനേ ഒരു സത്യത്തിലൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിലാരാ തറ? ഡോക്ടറെ